വർഷങ്ങളായി വീടിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജാകർമ്മങ്ങൾ ചെയ്തു വരികയായിരുന്നു മരിച്ച ഗോപൻ സ്വാമി. 3 മാസങ്ങൾക്ക് മുൻപ് അസുഖബാധിതനായതോടെ നാട്ടുകാരിൽ ചിലരോടും വാർഡ് മെമ്പറോടും താൻ മരിച്ചതിനു ശേഷം സമാധിയാക്കണമെന്ന് ഇദ്ദേഹം അറിയിച്ചിരുന്നതായാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശി ഗോപൻ സമാധിയായെന്ന് മക്കൾ ബോർഡ് സ്ഥാപിച്ചത്. ഭയങ്കര തേജസ്സായിരുന്നു. അഗ്നി ജ്വലിച്ചതുപോലെ ഈ ശരീരം കയറി ജ്വലിച്ച ആ സമയം അങ്ങനെ ഇരുന്നാണ് സമാധി. ഇനി 41 ദിവസത്തെ പൂജയെല്ലാം കഴിച്ച് മയിലാടിയിൽ നിന്ന് ഈ ലിംഗപ്രതിഷ്ഠ കൊണ്ടുവരും. ലിംഗം കൊണ്ടുവന്ന് ഷടാധാര ലിംഗപ്രതിഷ്ഠ പോലെ ചെയ്താണ് ലിംഗപ്രതിഷ്ഠ അവിടെ ഇനി വെക്കണം. 41 ദിവസം. എത്ര മണിയാവും ഈ സമാധിയായ സമയം? സമാധിയാവുന്ന സമയം 11:30 രാത്രി പകല് 11:30. പൂജാതി സമാധി ചടങ്ങ് തീർന്നപ്പം വെളുപ്പാങ്കാലം ബ്രാഹ്മമുഹൂർത്തമായി 3:30 സമാധി ചടങ്ങ് തീർന്നപ്പം. സമാധിയായാൽ അടക്കം ചെയ്യാനുള്ള സ്ഥലം ഒരുക്കുകയും അവിടെ കല്ലുകൊണ്ട് സമാധി പണിയുകയും ചെയ്തിരുന്നു. താൻ മരിച്ചതിനു ശേഷം ഈ സ്ഥലത്ത് സമാധിയാക്കണമെന്നും അതിനുശേഷം മാത്രമേ നാട്ടുകാരെ അറിയിക്കാൻ പാടുള്ളൂവെന്നും ഗോപൻ സ്വാമി ഭാര്യയോടും മക്കളോടും പറഞ്ഞിരുന്നതായാണ് അവർ വ്യക്തമാക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തുകയായിരുന്നു. എന്നോട് മുമ്പൊക്കെ വരുമ്പോൾ പറയും ഞാൻ എൻ്റെ ഇത് സമാധിയായിരിക്കും എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇത് സമാധിക്ക് വേണ്ടി കെട്ടിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നേരത്തെ വന്നിരുന്നു സമാധിയായിട്ട്. രാത്രി വൃത്തിയാക്കലിന് വേണ്ടി വീട്ടിലോട്ട് കൊണ്ടുപോയി. പിന്നെ 2 മക്കളുമായിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിരുത്തിയെന്നാണ് എന്നെ അറിയിച്ചത്. ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഗോപൻ സ്വാമിയുടെ സമാധിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് നീക്കം. വിഷയത്തിൽ കളക്ടർക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.